ഹായ് എവരി വൺ. ഇന്ന് ഞാനിവിടെ ഒരു പഴം പായസമാണ് ഉണ്ടാക്കുന്നത്. നേന്ത്രപ്പഴം വെച്ചിട്ടൊരു പായസം ഉണ്ടാക്കുന്നത്. ഞാൻ 4 പഴം എടുത്ത് ഇങ്ങനെ പുഴുങ്ങാൻ വച്ചിട്ടുണ്ട്. അടച്ചു വെക്കാം. എന്നിട്ട് അത് വെന്ത് വരട്ടെ. ഇനി ഇപ്പുറത്തെ അടുപ്പിൽ നമുക്കൊരു 1/4 കിലോ ശർക്കര ഇല്ല, അതിൽ കുറച്ചും കൂടി ഒരു ചെറിയ പൊട്ടിച്ചൊരു ചെറിയ കഷ്ണം മാറ്റിയിട്ടുണ്ട്. പഴത്തിന് തന്നെ നല്ല പഴുത്ത പഴമാണ്, നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു 1/4 കിലോ ശർക്കരയിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം ഞാൻ പൊട്ടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഇത്രയും കൂടെ നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മെൽറ്റാക്കി എടുക്കാം. എന്നുവെച്ചാൽ ഇച്ചിരി കരടൊക്കെ ഉള്ള ശർക്കരയാണെന്ന് തോന്നുന്നു. മെൽറ്റാക്കി എടുക്കാം നമുക്ക്. ശർക്കര നല്ലവണ്ണം മെൽറ്റായിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒന്ന് തണുത്ത് അരിച്ചെടുക്കാവേ. അപ്പോൾ പഴം ഞാനിങ്ങനെ നല്ലതായിട്ട് ഉടച്ച് ഫോർക്ക് കൊണ്ടോ കൈ കൊണ്ടോ നല്ല ചൂടാണ് ഉടച്ചിങ്ങനെ എടുക്കണം കേട്ടോ. അതിൻ്റെ കുരുവൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇത് നല്ലവണ്ണം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് മൂത്തിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് മൂപ്പിച്ചെടുക്കാം. അതിൽ കൂടെ നമുക്ക് നമ്മളെ മുന്തിരിങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. അത് നമുക്ക് കോരിയെടുക്കാം. ഇതിൽ ഇച്ചിരി കൂടെ നെയ്യ് ഒഴിച്ച് നമ്മുടെ പഴം ഇതിലോട്ടിട്ട് പഴം വെന്ത് കഴിഞ്ഞാൽ പിന്നെ സിമ്പിൾ റെസിപ്പിയായത്. ഇനി വരട്ട് കുറച്ച് തീ കുറച്ചിട്ട് നമ്മൾ ചെയ്താൽ നല്ലത്. ഇതിൽ കുറച്ച് ചകോരി കൂടി ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇച്ചിരി വേവിച്ച് വെച്ചിട്ടുണ്ട്. അതുകൂടെ ഇട്ട് നമുക്കൊന്ന് വെട്ടിയെടുക്കാം. ഇതിൽ കൂടി തന്നെ നമുക്ക് ഞാൻ ശർക്കര അരിച്ച് വെച്ചിട്ടുണ്ട്. പഴം അത്രയും മതി കേട്ടോ, അത്രയും വരണ്ടാൽ മതി. നല്ല പുഴുങ്ങിയ നല്ല പഴുത്ത പഴമല്ലേ. ശർക്കര ഉരുക്കി ഞാൻ അരിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അടിക്ക് പിടിക്കാണ്ട് നമ്മൾ ഇളക്കണം. ഇതിൽ ക്രഷ് ചെയ്തതാണ്, പൊടിച്ച് പൊട്ടിച്ചത്. അതും കൂടി ഇട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇത് എത്രത്തോളം നമ്മൾ വരട്ടുന്നോ അത്രത്തോളം ടേസ്റ്റി ആയിരിക്കും. അപ്പം നല്ല വരണ്ടിട്ടുണ്ട്. നമുക്ക് ഇച്ചിരിയും കൂടെ നെയ്യൊന്ന് ഇറ്റിച്ച് കൊടുക്കാം. നെയ്യ് കൂടുതലുണ്ടെങ്കിൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ പാത്രത്തിൽ ഞാനിങ്ങനെ ഇളക്കുമ്പോൾ എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് നോൺ സ്റ്റിക്ക് ഇങ്ങനെ ഇളക്കി കൂടാന്നേ. ഇത് നോൺ സ്റ്റിക്ക് അല്ല കേട്ടോ.
അപ്പോൾ നല്ല വരണ്ട് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് രണ്ടാം പാല് ആദ്യം ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഒരു തേങ്ങയുടെ പാലാണ് എടുത്തത്, ഒരു ചെറിയ തേങ്ങയുടെ പാല്. ഇത് രണ്ടാം പാലാണ്. ഇത് ഇച്ചിരി തിക്കായിട്ടിരിക്കുന്നതാണ് ഈ പായസം നല്ലത്. അപ്പോൾ അത് നല്ല കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് പാല് ഒഴിച്ചു കൊടുക്കാം. അതും മീഡിയം വെള്ളം മതി കേട്ടോ, ഒരുപാട് വെള്ളം വേണ്ട. ഇത് നല്ല തിക്കായിട്ടിരിക്കുന്ന പായസമാണ്. ഇപ്പം നമ്മൾ ചെറിയ ലൂസിനെടുത്താലും ഇച്ചിരിയും കൂടെ കഴിയുമ്പോൾ അത് നല്ല കട്ടിയാവും. കാരണം ചൗരി ഇട്ടേക്കല്ലേ. മധുരമൊക്കെ നോക്കട്ടെ ഞാൻ. ഒരു രക്ഷയില്ല കേട്ടോ, അപാര ടേസ്റ്റ് തന്നെ. ആ പഴത്തിൻ്റെ ചെറിയ ഒരു പുളിപ്പും ആ നെയ്യിലൊക്കെ ആ ഒരു മണവും ഏലക്കായൊക്കെ ഇച്ചിരി കൂടുതലുണ്ടല്ലോ. തുപൂര് പായസത്തിനല്ലേ ഞാൻ അത്രയൊക്കെ ഇട്ടെ. ഭയങ്കര സൂപ്പറായിട്ടുണ്ട്. മതി. ഇനി നമ്മൾ ഫസ്റ്റ് പാലൊഴിച്ചല്ലേ, ഇനി നമ്മൾ ഒരുപാടിട്ട് തിളയ്ക്കണ്ട. അത് അല്ലാണ്ട് തന്നെ അത് കുറുകിക്കോളും. ചൗരി ഉള്ളതുകൊണ്ട് നമുക്കിതിന് അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കാം. പുളി അപ്പോൾ നമ്മുടെ പഴം പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാനെടുത്ത് കാണിച്ചു തരാവേ. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിളമ്പുകയാണ്. ഒരു ഗ്ലാസ് ഞാനും ഒരു ഗ്ലാസ് നിങ്ങൾക്കും. ഇത്രയും ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഉണ്ടാക്കിയത് ഇതുപോലത്തെ ഒരു 5 ഗ്ലാസ് വരും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വച്ചേക്കുന്നതാണ്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പഴം പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ 2 കപ്പുണ്ട്. ഇനി ഇതുപോലൊരു 3 കപ്പിനും കൂടി വരും. 5 കപ്പ്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എൻ്റെ ദൈവമേ, എന്തൊരു ടേസ്റ്റാടാ അത്. ഒരു പാടുമില്ലാത്ത ഈസി പായസങ്ങളിൽ എനിക്ക് തോന്നുന്നു സേമിയ പോലെ തന്നെ ഈസിയാണെന്ന് തോന്നുന്നത്. പഴമല്ലേ, അത് വരട്ടാനും വലിയ പാടൊന്നുമില്ല. സൂപ്പർ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ഓക്കെ, താങ്ക് യു.